മുതിർന്ന മാധ്യമപ്രവർത്തകൻ KR അജയൻ ദേശാഭിമാനിയിൽ നിന്ന് രാജിവെച്ചു. കള്ളൻ വിജയൻ എന്ന വിവാദ ലേഖനത്തെ തുടർന്ന് ദേശാഭിമാനി വാരാന്ത പതിപ്പിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ വാരാന്ത പതിപ്പിൻ്റെ എഡിറ്റർ കൂടിയായിരുന്നു KR അജയൻ. കള്ളൻ വിജയൻ എന്നുള്ള പേരിലുള്ള ഒരു ലേഖനം അച്ചടിക്കാൻ തീരുമാനിക്കുന്നു. അവസാനം വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാതെ ആ ലേഖനം അച്ചടിക്കാതെ മാറ്റിവെക്കുന്ന സാഹചര്യം, അത് വലിയ വിവാദമായി. അതേ തുടർന്ന് KR അജയനോട് വിശദീകരണം ചോദിക്കുന്നു, അവധിയിൽ പോകുന്നു. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് അജയനെ വാരാന്ത പതിപ്പിൻ്റെ ചാർജിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ്, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അജയൻ ദേശാഭിമാനിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ അല്പസമയം മുമ്പാണ് തന്നെ ജോലിയിൽ നിന്നും രാജി വേണം, ഒപ്പം തന്നെ കിട്ടാനുള്ള എല്ലാ അലവൻസും നൽകിക്കൊണ്ട് രാജി നൽകണമെന്നൊരു ആവശ്യം ഇപ്പോൾ KR അജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ദേശാഭിമാനിയുടെ ഉന്നത അധികൃതർക്ക് അതുമായി ബന്ധപ്പെട്ട രാജിക്കത്ത് നൽകുകയും ചെയ്തത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ദേശാഭിമാനിയിൽ ഒരു വാരാന്ത പതിപ്പ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അന്നേ ദിവസം തന്നെ കള്ളൻ വിജയനം എന്ന ലേഖനം പിന്നീട് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് വഴിവെക്കുകയും ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും ഒടുവിലായി രാജി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞിരുന്നു, അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരുന്നു. ഒരു പ്രത്യേക സമിതി അന്വേഷണമൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ വലിയ രീതിയിൽ ഘോരഘോരം സംസാരിക്കുന്ന മുതിർന്ന CPM നേതാക്കന്മാർ അടക്കമുള്ളവരുടെ സമിതിയാണ് ഇപ്പോൾ ഇതിൽ അജയൻ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ അവധി കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിക്കുകയായിരുന്നു. പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു രാജി അപേക്ഷ നൽകിയിട്ടുള്ളത്. രാജി ഔദ്യോഗികമായി ദേശാഭിമാനി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഘോരഘോരമായി വേദികളിൽ പ്രസംഗിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോൾ അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ജോലി, ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിയൊക്കെയാണ് ഈ കള്ളൻ വിജയൻ എന്നുള്ള ലേഖനം വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെ ഒരു വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതടക്കം വാരാന്ത്യത്തിൽ നടന്നില്ല എന്നുള്ളതടക്കം ഉണ്ടായിരുന്നു. ഇതിലടക്കം വിശദീകരണം തേടിയിരുന്നു. വിശദീകരണം മാനേജ്മെന്റിന് മുൻപാകെ നൽകിയതാണ്. അതിനുശേഷം അത് തൃപ്തമല്ലാത്ത സാഹചര്യത്തിലാണ് അവധിയിലേക്ക് പോകാൻ അജയനോട് ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അവധി കഴിഞ്ഞതിന് ശേഷം രാജി വേണമെന്ന് സ്വമേധയായി ഇപ്പോൾ KR അജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദേശാഭിമാനി മുഖ്യ കള്ളൻ വിജയനെ കുറിച്ചുള്ള ലേഖനം പിന്നീട് സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. കള്ളൻ വിജയൻ എന്നുള്ള ആ ഒരു പേരാണ് വലിയ രീതിയിൽ ഒരു കോൺട്രവേഴ്സിയിലേക്കും വിവാദത്തിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെ വഴിവെച്ചത്. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശാഭിമാനിയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഒപ്പം തന്നെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള KR അജയന്റെ രാജിയിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാജി ഔദ്യോഗികമായി ദേശാഭിമാനി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദ, വ്യക്തമാണ്. ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KR അജയൻ രാജിവെച്ചിരിക്കുന്നു. കള്ളൻ വിജയൻ എന്നുള്ള ലേഖനം വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാനായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. വാരാന്ത പതിപ്പിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും മാറ്റിയിരുന്നു. ദീർഘകാല അവധിയിലായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അദ്ദേഹം ദേശാഭിമാനിയിൽ നിന്നും രാജിവെച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.